ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിന്റെ തുടക്കത്തിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ബംഗളൂരു FC നടത്തിയത്. നമുക്കറിയാം, ഇടക്കാല പരിശീലകനായ റനഡി സിംഗിന്റെ കീഴിലായിരുന്നു അവർ കളിച്ചിരുന്നത്. 7 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. 4 വിജയങ്ങൾ, 2 സമനിലകൾ, 1 തോൽവി എന്നിങ്ങനെയായിരുന്നു അവരുടെ റിസൾട്ടുകൾ. പിന്നീട് റനഡി സിംഗിനെ നീക്കം ചെയ്തുകൊണ്ട് പുതിയ ഒരു പരിശീലകനെ ബംഗളൂരു FC കൊണ്ടുവന്നു. വിദേശ പരിശീലകനായ പെപ്പ് മുനോസ് ഇവരുടെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ പുതിയ പരിശീലകൻ വന്നതോടുകൂടി വിജയിക്കാൻ ബംഗളൂരു FCക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് പെപ്പ് മുനോസ് വന്നതിന് ശേഷം 3 മത്സരങ്ങളാണ് ബംഗളൂരു FC കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 തോൽവിയും 2 സമനിലകളും അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരൊറ്റ വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ബംഗളൂരു FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ആദ്യമായി കൊണ്ട് പരാജയപ്പെട്ടു. അതിനുശേഷം ഈസ്റ്റ് ബംഗാളിനോട് സമനില വഴങ്ങി. അതിനുശേഷം മുംബൈ സിറ്റിയോട് സമനില വഴങ്ങി. ഇങ്ങനെ അവസാനത്തെ 3 മത്സരങ്ങളിൽ നിന്ന് 1 വിജയം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് റനഡി സിംഗിന് കീഴിൽ നല്ല രൂപത്തിൽ കളിച്ച ബംഗളൂരു FCക്ക് പെപ്പ് മുനോസിന് കീഴിൽ ആ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും അടുത്ത മത്സരത്തിൽ അവർ തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ് 4-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ആണ് ബംഗളൂരു FCയുടെ എതിരാളികൾ. ആ മത്സരത്തിൽ അവർക്ക് ഒരു വിജയം നിർബന്ധമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബംഗളൂരു FC 5-ാം സ്ഥാനത്താണ്. 10 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.